ഇന്ന് നമ്മളെ പനിയൊക്കെ വരുമ്പോൾ കുടിക്കാനായിട്ട് നല്ല സ്വാദിഷ്ടമായ ഒരു ചുക്ക് കാപ്പിയാണ് ഇവിടെ തയ്യാറാക്കണം. അതിനായിട്ട് നമ്മൾ ഒരു കഷ്ണം ചുക്ക്, പിന്നെ ഒരു പിടി കുരുമുളക്, പിന്നെ നേരിയ തരിയാണ് ജീരകം എടുത്തിട്ടുള്ളത്. കാരണം ജീരകത്തിൻ്റെ ടേസ്റ്റ് ഓരോരുത്തർക്ക് ഏറ്റക്കുറച്ചിലുണ്ടാവും. അതിൻ്റെ അനുസരിച്ച് ജീരകം എടുത്താൽ മതി. ജീരകം വളരെ കുറച്ച്. പിന്നെ നമ്മുടെ തൊടിയിൽ നിന്ന് തന്നെ ഫ്രഷ് ആയിട്ട് പറിച്ചെടുത്ത ഒരു പിടി തുളസിയിലയുണ്ട്. ഇത് തുളസിയില. ഇത് ചുക്കും കുരുമുളകും ജീരകവും ചതച്ചാണ് ഇതിൽ ചേർക്കണം. തുളസിയില ചുമ്മാ നമ്മൾ കീറി അങ്ങ് ഇതിലേക്ക് ഇട്ടാൽ മതി. ഒടിച്ചൊടിച്ച് അങ്ങ് ഇട്ടാൽ മതി. പിന്നെ നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര, കാപ്പിപ്പൊടി. ഈ ഒരു ഗ്ലാസ് ചുക്ക് കാപ്പിയാണോ തയ്യാറാക്കുന്നത് നമ്മൾ. അതിനായിട്ട് ഈ കപ്പില് ഒരു കപ്പ് വെള്ളം തിളപ്പിക്കണം. ഈ ഒരു കപ്പില് വെള്ളം നമ്മൾ എടുത്താലാണ് അത് നമ്മൾ ഇതിട്ട് വറ്റിച്ചെടുക്കുമ്പോ ഈ ഒരു ഗ്ലാസ്സിന് ചുക്ക് കാപ്പി കിട്ടുള്ളൂ. അളവ് ഫിൽട്ടർ ചെയ്ത് കഴിയുമ്പോ. അതുകൊണ്ടാണ് കൂടുതൽ വെള്ളം എടുക്കുന്നത്. കുറച്ച് നമ്മൾ ഇതിട്ട് വറ്റിക്കണം, ഇതിന്റെ സത്തിറങ്ങാൻ വേണ്ടി. മനസ്സിലായോ? അതുകൊണ്ടാണ്. അപ്പൊ എപ്പോഴും കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കണം. എന്നാലാണ് ഉദ്ദേശിച്ച അളവിൽ നമുക്ക് കിട്ടുള്ളൂ. ഉദ്ദേശിച്ചതിൽ ഒരു 1.5 അളവ് വെള്ളം കൂടുതൽ എടുക്കണം. കുടിക്കാൻ ഉദ്ദേശിക്കുന്ന എന്തോരം ഉണ്ടെന്ന് വെച്ചാൽ അതിലൊരു 1.5 കപ്പോ ഗ്ലാസ് ഏതാന്ന് വെച്ചാൽ അത്രയും വെള്ളം കൂടുതൽ ചേർത്ത് തിളപ്പിച്ചാൽ ഈ അളവിൽ കിട്ടുള്ളൂ. കുറുകി വരുമ്പോ. അത് ശരി. കുറുകി വന്നാൽ അതിന്റെ സത്ത് ഇറങ്ങുള്ളൂ. തയ്യാറെടുക്കാം. നമ്മള് പാത്രം അടുപ്പത്ത് വെച്ചു. ഒരു കപ്പ് വെള്ളം ഒഴിക്കുവാണ് കേട്ടോ ഇതിനു വേണ്ടി. ഇനി നമുക്ക് മറ്റ് സംഗതികളെല്ലാം ഇതിലേക്ക് ഇടാം. ചതച്ച് വെച്ച ചുക്ക്, കുരുമുളക്, ഒരു തരി ജീരകം. ഇനി നമുക്കിതങ്ങ് ഒടിച്ചൊടിച്ച് കീറിയിടാം. കാണിച്ചു തരാം എങ്ങനെയാണ്. നമ്മുടെ ഫ്രഷ് തുളസിയിലയല്ലേ കഴിക്കുന്നുണ്ട്. ഇതിങ്ങനെ അങ്ങ് കീറിയിട്ടാൽ മതി. അതിൻ്റെ സത്ത് ഇറങ്ങി കിട്ടണ്ടേ നമുക്ക്. പിച്ചി കീറി ചുമ്മാ ഇട്ടാൽ മതി. അങ്ങനെയൊന്നും നോക്കാനില്ല. അവസാനം എന്തായാലും അരിക്കൂലോ. അതായിരിക്കുമല്ലോ. നമുക്ക് ശരിക്കും അവിടെ കിടന്ന് തിളക്കട്ടെ. ഫുൾ ഫ്ലെയിമില് നമുക്കൊന്ന് മൂടി വെക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം. ഫുൾ മൂടണ്ട. ചിലപ്പോ തിളച്ച് പോന്ന അറിയൂലല്ലോ. ഇനി ഇരുന്നാ മതി. ഇപ്പൊ അറിയാൻ പറ്റും. നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട്. ഇതുപോലെ തിളച്ചു വരുമ്പോ ഒന്ന് സിമ്മിലേക്ക് ആക്കുക. നന്നായിട്ട് തിളച്ച് വറ്റിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് കാപ്പിപ്പൊടി ഇടാവുള്ളൂ. അല്ലേ മമ്മ? നന്നായിട്ട് വറ്റണം. എന്നാലല്ലേ സത്ത് ഇറങ്ങി കിട്ടണ്ടേ അതിന്റെ. പരമാവധി നമുക്ക് ഗുണം കിട്ടണം. അതുകൊണ്ട് അതാണ് നമ്മുടെ ഉദ്ദേശം. എന്നാലല്ലേ ഫലപ്രാപ്തിയിൽ എത്തുള്ളൂ. അതെ. വെള്ളം ഇങ്ങനെ നന്നായിട്ട് തിളച്ചു വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സിമ്മിലേക്ക് അതാക്കുക. അതിനുശേഷം ഒരു ചെറിയ കഷ്ണം കരിപ്പെട്ടി ചക്കര ചീകി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇതുപോലെ സിമ്മിൽ തന്നെ കിടന്ന് തിളയ്ക്കാനായിട്ട് അനുവദിക്കുക. സാധാരണ നമ്മൾ ചുക്ക് കാപ്പി ഉണ്ടാക്കുമ്പോൾ കരിപ്പെട്ടി ചക്കര ഇതിൻ്റെ ഒപ്പം ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മുടെ കയ്യിൽ കരിപ്പെട്ടി ചക്കര ഇപ്പോൾ അവൈലബിൾ അല്ലായിരുന്നു. അത് കാരണം കാപ്പി ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ സ്വല്പം പഞ്ചസാര ചേർക്കുകയാണ് ഉണ്ടായത്. പക്ഷെ എപ്പോഴും ചുക്ക് കാപ്പി ഉണ്ടാക്കുമ്പോൾ കരിപ്പെട്ടി ചക്കര ചേർത്ത് വേണം ഉണ്ടാക്കാനായിട്ട്. അതിന് ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ്. വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിയിട്ടുണ്ട്. നല്ലോണം സിമ്മിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കാപ്പിപ്പൊടി ചേർക്കാം. നമ്മളിവിടെ ചേർക്കുന്നത് ബ്രൂ ആണ് കേട്ടോ. ഏത് കാപ്പിപ്പൊടിയും ചേർക്കാം. കാപ്പിപ്പൊടി ബ്രൂ ഇരിക്കുന്നതുകൊണ്ട് അത് ചേർത്തന്നേ ഉള്ളൂ. ഇനി ഇത് മിക്സ് ആവട്ടെ അല്ലേ? മിക്സ് ആയി കഴിഞ്ഞ് നമുക്ക് ഓഫ് ചെയ്യാം. അതെ, അതാണ് നല്ലത്. ഓഫ് ചെയ്തോ. കഴിഞ്ഞു. ഇനി നമുക്ക് അരിച്ചെടുക്കാം. ഇനി നമുക്കിത് ഫിൽട്ടർ ചെയ്തെടുക്കാം കേട്ടോ. അതെ, നോക്കിക്കോ. എന്തൊരു സ്മെല്ലൊക്കെ. നല്ല സ്മെല്ലുണ്ട് അല്ലേ? നല്ല ചുക്കിന്റെ ഒക്കെ കുരുമുളകിന്റെയും ചുക്കിന്റെയും നല്ല സ്മെല്ലുണ്ട്. പനിക്കൊക്കെ ഇത് അടിപൊളി സാധനം. പണ്ട് കാലത്ത് സ്ഥിരം ഇത് ഒരു 2 നേരം 3 നേരമൊക്കെ വെച്ച് ഉണ്ടായി കുടിക്കുമായിരുന്നു അല്ലേ? പനിയൊക്കെ വരുമ്പോ 2 നേരം കുടിക്കും. ഒത്തിരി അത് കൊള്ളില്ല. പോരെ, നമുക്ക് ഗ്ലാസ്സിലേക്ക് പകർത്താം. ഒന്ന് ആറ്റാം.
അങ്ങനത്തെ പ്രവൃത്തിയുണ്ട്. അതോടെ ഇരിക്കട്ടെ, ഞാൻ മാറ്റിക്കൊണ്ട് വരാം. മറ്റേ കപ്പ് എടുക്കാം. ഇതിന് പാകത്തിന് ഒരു പൊടിക്ക് മധുരം ചേർക്കാം. മധുരം അധികം ആവശ്യമില്ല, ഇത് മധുരം അല്ലല്ലോ ഇതിന് വേണ്ടത്. ചുക്കിന്റെയും കുരുമുളകിന്റെയും ടേസ്റ്റ് ആ മുമ്പിൽ നിൽക്കണ്ട, തുളസിയുടെ ഒക്കെ. അതുകൊണ്ട് ഒരു സ്വല്പം ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് മിക്സ് ചെയ്തിട്ട് നമുക്ക് പകർത്താം ഗ്ലാസ്സിലേക്ക്. ശരി ശരി, മിക്സ് ചെയ്തിട്ട് ഇളക്കി ഗ്ലാസ് പൊട്ടാതിരിക്കാനായിട്ട് അതിലേക്ക് ഒരു സ്പൂണോ എന്തെങ്കിലും ഇട്ടേച്ച് വേണം ഒഴിക്കാൻ. അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ തണുത്തിരിക്കുന്ന ഗ്ലാസ്സിലേക്ക് ചൂട് സാധനം ഒഴിക്കുമ്പോൾ പൊട്ടുമില്ല ഗ്ലാസ്. അതൊരു ടിപ്പ്, അമ്മേനെ ചാച്ചാച്ച പഠിപ്പിച്ചതാണ്. അടിപൊളി, മതി മതി മതി, ധാരാളം മതി. ചുക്ക് കാപ്പി എല്ലാവർക്കും നമുക്കിവിടെ ടേസ്റ്റ് ചെയ്യണം. സൂപ്പർ ചുക്ക് കാപ്പി. നല്ല സ്മെല്ല് തന്നെ ഉണ്ടാവാനും. പണ്ട് കാലത്ത് വീടുകളിൽ ഉണ്ടാക്കുന്ന പനിയൊക്കെ വരുമ്പോ അല്ലെ, അന്ന് ഇതൊക്കെയാണ് മരുന്നിന് പകരം കൊടുക്കണത്. പിന്നെ കുറച്ച് കുറഞ്ഞില്ലെങ്കിൽ പിന്നെ മരുന്നൊക്കെ മേടിക്കും. പണ്ട് കാലത്ത് സ്ഥിരം ഉള്ളതാ. അതെന്നാന്ന് വെച്ചാലേ എല്ലാ വീട്ടിലും ഇഞ്ചി കൃഷി ഉണ്ടാവും. ഇഞ്ചി അരിഞ്ഞ് ഉണക്കി ചുക്കാക്കി വെക്കും. കുരുമുളകും എല്ലായിടത്തും ഉണ്ടാവും. തുളസിയും കാണും. ഒന്നും മേടിക്കേണ്ട സാധനം ഇല്ല. അപ്പൊ പിന്നെ ഇത് വളരെ നല്ലതുമല്ലേ, എഫക്റ്റീവാ ഇത് ത്രോട്ടിന്. അതുകൊണ്ട് അത് ചെയ്യും പഴയ ആൾക്കാർ. അതാണ് ചുക്ക് കാപ്പി. അപ്പൊ മമ്മാസ് കിച്ചൺ സ്പെഷ്യൽ ചുക്ക് കാപ്പി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി ഞാൻ ദാ ഇവിടെ കഴിക്കാനായിട്ട് ഇത് റെഡിയാകുകയാണ്. പനിയൊക്കെ ഉള്ളപ്പോൾ പണ്ട് കാലത്ത് വീടുകളിൽ സ്ഥിരം ഉണ്ടാക്കിയിരുന്ന ഒരു ഐറ്റമാണ് ഈ ചുക്ക് കാപ്പി അല്ലേ. പണ്ടത്തെ ഒരു നൊസ്റ്റാൾജിക് ഡിഷാണ്. കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് കൊടുക്കാതിരിക്കുന്നത് നല്ലത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എരിവുണ്ടാവും ഇതിനകത്ത്. അപ്പോൾ അവർക്ക് അത് എരിവ് ചിലപ്പോൾ പിടിക്കില്ല. അല്ലാത്തപ്പോൾ പനിയൊക്കെ ഉള്ളപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഓരോന്നൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സുഖമൊക്കെ കിട്ടും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു ബ്യൂട്ടിഫുൾ ഡിഷായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, സീ യു.